ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഫുൾ ചിക്കൻ പൊരിച്ചെടുക്കുന്നതാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതിന് വേണ്ടത് ഒരു ഫുൾ ചിക്കൻ, 3 കായ് വെളുത്തുള്ളി, 3 കായ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ 3 വെളുത്തുള്ളി, 18 പച്ചമുളക്, 6 കഷ്ണം ഇഞ്ചി, 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം ചതച്ചെടുക്കുക. ഇഞ്ചി പച്ചമുളക് ചതക്കുമ്പം 2 ടേബിൾ സ്പൂൺ വിനാഗിരി, 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കണം, ആവശ്യത്തിന് ഉപ്പും. ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി മസാലപ്പൊടികളും എല്ലാം കൂടി മിക്സിയിലിട്ടിട്ട് വിനാഗിരി ഒഴിച്ച് എല്ലാം കൂടി മിക്സിയിലിട്ടിട്ട് ചതച്ചെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് ഇതിലേക്ക് എല്ലാ പൊടികളും ഇട്ട് കൊടുത്ത് 2 ടേബിൾ സ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുത്ത് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അടിച്ചെടുക്കണം. ഒന്നുകൂടി എല്ലാം മിക്സ് ചെയ്തെടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ചിക്കനിൽ ഇതേപോലെ വരയിട്ട് കൊടുക്കുക. ഇങ്ങനെ വരയിട്ട് കൊടുത്തിട്ട് ഇത് ചിക്കനിൽ ഫുള്ള് തേച്ച് പിടിപ്പിച്ചിട്ട് 1.5 മണിക്കൂർ വെക്കണം. മസാല എല്ലാം തേച്ച് റെഡിയായി. ഇനി 1.5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ചിക്കൻ മസാല തേച്ച് വെച്ചിട്ട് 1 മണിക്കൂറായി. ഇത് വിറകടുപ്പിലാണ് ഇതുണ്ടാക്കാൻ പോകുന്നത്. വലിയൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വെച്ച്, നിങ്ങൾക്ക് ഏത് പാത്രം എന്ന് വെച്ചാൽ ആ പാത്രത്തിൽ ഉണ്ടാക്കാം. വലിയ പാത്രം, ഫുൾ ചിക്കൻ ആയതുകൊണ്ട് വലിയൊരു പാത്രം വെക്കണം. 1 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ. 1.5 മണിക്കൂർ 2 മണിക്കൂർ വെക്കണം. അപ്പോൾ നല്ലോണം ഇത് മസാല പിടിക്കും. അപ്പം 1 മണിക്കൂർ, 1.25 മണിക്കൂർ അത്രേ ആയിട്ടുള്ളൂ. 1 ലിറ്റർ ഓയിൽ ഒഴിച്ചു കൊടുത്ത്, അത് സൺഫ്ലവർ ആണെങ്കിൽ അങ്ങനെ ഒഴിക്കാം, വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണയിലും ചെയ്യാം, സാധാ ഓയിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ സാധാ ഓയിൽ ഒഴിച്ച് കൊടുത്തത്. നന്നായി ചൂടായിട്ട്, നല്ലോണം ചൂടായിട്ട് വരണം. നല്ല തിളച്ച എണ്ണയിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം പൊരിഞ്ഞ് വന്നിട്ടുണ്ട് തോന്നുന്നു, നോക്കട്ടെ. തിരിച്ചിടാം. തിരിച്ചിട്ട് പൊരിയുന്നവരെ കാത്തിരിക്കാം. നമ്മൾ ചിക്കൻ പൊരിച്ചത് റെഡിയായി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.